ലോഗോസ് ബൈബിൾ ക്വിസ് 2025 ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 19 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 19 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 48 വാക്യങ്ങൾ. 19 അധ്യായത്തിൽ എത്ര ഹെഡിങ്ങുകളുണ്ട്? ഏതെല്ലാം? 4 ഹെഡിങ്ങുകളാണ് ഉള്ളത്. 1 സക്കേവൂസിൻ്റെ ഭവനത്തിൽ, 2 10 നാണയത്തിൻ്റെ ഉപമ, 3 ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം, 4 ദേവാലയ ശുദ്ധീകരണം. സക്കേവൂസിൻ്റെ ഭവനത്തിൽ എന്ന പ്രമേയം രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം ഏത്? ലൂക്ക 19 1 മുതൽ 10 വരെ. യേശു എവിടെ ആയിരിക്കുന്ന കാര്യമാണ് 19:1 പറയുന്നത്. ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുക ആയിരുന്നു. 19:2 കാണുന്ന വ്യക്തിയുടെ പേര് എന്ത്? സക്കേവൂസ്. സക്കേവൂസ് ആരായിരുന്നു? ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും ആയിരുന്നു. 19:3 സക്കേവൂസിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? യേശു ആരെന്ന് കാണാൻ. പൊക്കം കുറവായിരുന്നതിനാൽ സക്കേവൂസിന് എന്ത് സാധ്യമായിരുന്നില്ല എന്നാണ് 19:3 പറയുന്നത്? ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണാൻ. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി കയറിയിരുന്നത് ഏത് വൃക്ഷത്തിന്മേലാണ്? സിക്കമൂർ വൃക്ഷത്തിന്മേൽ. അവൻ സിക്കമൂർ മരത്തിൽ കയറിയിരിക്കാൻ കാരണമെന്ത്? യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. 19:4 യേശുവിനെ കാണാൻ വേണ്ടി അവൻ ആദ്യം ചെയ്തത് എന്ത്? മുമ്പേ ഓടി. സിക്കമൂർ മരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി യേശു ആദ്യം പറഞ്ഞത് എന്ത്? സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. 19:6 എഴുതുക. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. സക്കേവൂസ് തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചപ്പോൾ അത് കണ്ട എല്ലാവരും പറഞ്ഞത് എന്ത്? ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന്. 19:7 സക്കേവൂസിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ത്? പാപി. 19:8 സക്കേവൂസ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? എഴുന്നേറ്റ്. തൻ്റെ സ്വത്തിൽ എത്ര ഭാഗം ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞത്? പകുതി. 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നത് ആർക്ക്? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക്. സക്കേവൂസ് സ്വത്തിൽ പകുതി കൊടുത്തത് ആർക്ക്? ദരിദ്രർക്ക്. വഞ്ചിച്ചെടുത്തവർക്ക് കൊടുക്കുന്നത് എന്തുമാത്രമാണ്? 4 ഇരട്ടിയായി. 19:8 യേശുവിനെ സക്കേവൂസ് സംബോധന ചെയ്യുന്നത് എങ്ങനെ? കർത്താവേ എന്ന്. ഇന്ന് ഈ ഭവനത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശു സക്കേവൂസിനോട് പറഞ്ഞത്? രക്ഷ. സക്കേവൂസ് ആരുടെ പുത്രനാണെന്നാണ് യേശു പറയുന്നത്? അബ്രാഹത്തിൻ്റെ. 19:9 എഴുതുക. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. 19:10 എന്തിനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്? നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നിരിക്കുന്നത് ആര്? മനുഷ്യപുത്രൻ. 19 അധ്യായം 2 ശീർഷകം എന്ത്? 10 നാണയത്തിൻ്റെ ഉപമ. 10 നാണയത്തിൻ്റെ ഉപമ ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 19 അധ്യായം 11 മുതൽ 27 വരെ. 10 നാണയത്തിൻ്റെ ഉപമ മത്തായി സുവിശേഷത്തിൽ ഏത് പേരിലാണ് കാണുന്നത്? താലന്തുകളുടെ ഉപമ എന്ന പേരിൽ 25 അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ. സക്കേവൂസിൻ്റെ ഭവനത്തിലെ പ്രബോധനങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കെ യേശു തുടർന്ന് എന്ത് ചെയ്തതായിട്ടാണ് 19:11 പറയുന്നത്? ഒരു ഉപമ പറഞ്ഞു.
അവൻ ഒരു ഉപമ പറയാൻ കാരണം എന്ത് എന്നാണ് 19:11 കാണുന്നത്. കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. 19:12 കാണുന്ന പ്രഭു ദൂരദേശത്തേക്ക് പോയത് എന്തിന്? രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി. പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോയത് എവിടേക്ക്? ദൂരെ ദേശത്തേക്ക്. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ പോകുന്നതിന് മുൻപ് പ്രഭു വിളിച്ചത് ആരെ? ഭൃത്യന്മാരിൽ 10 പേരെ. ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് അവരെ ഏൽപ്പിച്ചത് എന്താണ്? 10 നാണയം. 10 നാണയം ഏൽപ്പിച്ചതിന് ശേഷം ഭൃത്യന്മാരോട് പ്രഭു പറഞ്ഞത് എന്ത്? ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. 19:14 പ്രഭുവിനോട് പൗരന്മാർക്കുണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു? വെറുപ്പ്. പ്രഭുവിനെ വെറുത്തിരുന്ന പൗരന്മാർ എന്ത് നിവേദനവുമായാണ് ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചത്? ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി പൗരന്മാർ അവൻ്റെ പിന്നാലെ അയച്ചത് ആരെ ആണ്? ഒരു പ്രതിനിധി സംഘത്തെ. 19:15 എന്നാൽ അവൻ എങ്ങനെ തിരിച്ചു വന്നു എന്നാണ് കാണുന്നത്. രാജപദവി സ്വീകരിച്ച്. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു എന്ത് അറിയുന്നതിനാണ് ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത്? താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്ന് അറിയുന്നതിന്. 19:16 ഒന്നാമൻ വന്നു പറഞ്ഞത് എന്ത്? യജമാനനെ, നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. 19:17 കൊള്ളാം എന്ന് അഭിനന്ദിച്ചതിന് ശേഷം പ്രഭു ഭൃത്യനെ വിളിച്ചത് എന്ത്? നല്ലവനായ ഭൃത്യ എന്ന്. 10 നാണയങ്ങൾ കൂടി സമ്പാദിച്ച ഭൃത്യനെ എന്തിനുമേൽ ആണ് അധികാരിയായി നിയമിച്ചത്? 10 നഗരങ്ങളുടെ മേൽ. എന്തുകൊണ്ടാണ് അവനെ 10 നഗരങ്ങളുടെ മേൽ അധികാരിയാക്കിയത് എന്നാണ് പ്രഭു പറയുന്നത്? ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട്. 19:18 രണ്ടാമൻ വന്നു പറഞ്ഞത് എന്ത്? യജമാനനെ, നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു. 19:19 യജമാനൻ മറുപടി പറയുന്നത് എന്ത്? 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. 19:20 വേറൊരുവൻ വന്നു പറഞ്ഞത് എന്ത്? യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. വേറൊരുവൻ നാണയം സൂക്ഷിച്ചത് എങ്ങനെ? തുണിയിൽ പൊതിഞ്ഞ്. 19:21 വേറൊരുവൻ യജമാനനെ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെ? 1 കർക്കശൻ, 2 വയ്ക്കാത്തത് എടുക്കുന്നവൻ, 3 വിതയ്ക്കാത്തത് കൊയ്യുന്നവൻ. 19:21 യജമാനനോട് ഭൃത്യന് ഉണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു? ഭയം. 19:21 ഭൃത്യൻ യജമാനനെ ഭയപ്പെടാൻ കാരണം എന്ത്? യജമാനൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണ് എന്ന് അവൻ വിചാരിച്ചതുകൊണ്ട്. 19:22 യജമാനൻ ഭൃത്യനെ വിളിക്കുന്നത് എന്ത്? ദുഷ്ടഭൃത്യ എന്ന്. എന്തുകൊണ്ട് നിന്നെ ഞാൻ വിധിക്കും എന്നാണ് ദുഷ്ടഭൃത്യനോട് യജമാനൻ പറയുന്നത്? നിന്റെ വാക്കുകൊണ്ട് തന്നെ. നീ എന്ത് അറിഞ്ഞിരുന്നല്ലോ എന്നാണ് 19:22 പറയുന്നത്. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണ് എന്ന്. പിന്നെ നീ എന്തുകൊണ്ട് ആരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല എന്നാണ് 19:23 യജമാനൻ ചോദിക്കുന്നത്. പണമിടപാടുകാരെ. യജമാനൻ്റെ പണം ഭൃത്യൻ പണമിടപാടുകാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ യജമാനൻ എന്ത് ചെയ്യുമായിരുന്നു? എങ്കിൽ യജമാനൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത്
തിരിച്ച് വാങ്ങുമായിരുന്നു. 19:24 യജമാനൻ ചുറ്റും നിന്നിരുന്നവരോട് പറയുന്നത് എന്ത്? അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക എന്ന് യജമാനൻ പറഞ്ഞത് ആരോട്? ചുറ്റും നിന്നിരുന്നവരോട്. യജമാനനെ അവന് 10 നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ആര്? ചുറ്റും നിന്നിരുന്നവർ. ചുറ്റും നിന്നിരുന്നവർ ഇങ്ങനെ പറഞ്ഞത് എപ്പോൾ? അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക എന്ന് യജമാനൻ പറഞ്ഞപ്പോൾ. 19:26 എഴുതുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവിൻ. ആരെ കൊന്നുകളയുവിൻ എന്നാണ് പറയുന്നത്? ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ. എങ്ങനെയുള്ള ശത്രുക്കളെയാണ് കൊന്നുകളയാൻ പറയുന്നത്? ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന ശത്രുക്കളെ. 19-ാം അധ്യായത്തിലെ 2-ാം ഹെഡിങ് എന്ത്? ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം. 19-ാം അധ്യായത്തിലെ 3-ാം ഹെഡിങ് എന്ത്? ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം. ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം എന്ന പ്രമേയം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു? 19-ാം അധ്യായം 28 മുതൽ 44 വരെയുള്ള 17 വാക്യങ്ങളിൽ. 19:28 എഴുതുക. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. 19:29 ഒലിവ് മലയ്ക്കരികെയുള്ള ഏതെല്ലാം സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ബെത്ഫഗെ, ബെഥാനിയ. 19:29 അവൻ ആരെയാണ് നിർദ്ദേശിച്ചയക്കുന്നത്? 2 ശിഷ്യന്മാരെ. ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾ എവിടെയാണ്? ഒലിവ് മലയ്ക്കരികെ. എവിടേക്ക് പോകുവിൻ എന്നാണ് 19:30 അവൻ 2 ശിഷ്യന്മാരെ നിർദ്ദേശിച്ച് അയക്കുന്നത്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക്. എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ എന്ത് കാണും എന്നാണ് 19:30 യേശു പറയുന്നത്? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ. 19:30 അനുസരിച്ച് കഴുതക്കുട്ടിയെ കാണുമ്പോൾ ശിഷ്യന്മാർ എന്താണ് ചെയ്യേണ്ടത്? അതിനെ അഴിച്ചുകൊണ്ട് വരണം. എതിരെ കാണുന്ന ഗ്രാമത്തിൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയുടെ സവിശേഷത എന്ത്? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തത്. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണമെന്നാണ് യേശു പറയുന്നത്? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയേണ്ടത് ആരോടാണ്? നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട്. 19:32 എഴുതുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. 19:32 അയക്കപ്പെട്ടവർ കണ്ടത് എന്ത്? യേശു പറഞ്ഞതുപോലെ. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ ആരാണ് അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചത്? അതിൻ്റെ ഉടമസ്ഥർ. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട് ചോദിച്ചത് എന്ത്? നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന്. നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് അതിൻ്റെ ഉടമസ്ഥർ ചോദിച്ചത് എപ്പോൾ? അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ. 19:34 കഴുതക്കുട്ടിയെ അഴിച്ചവരുടെ മറുപടി എന്തായിരുന്നു? കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. 19:35 അവർ കഴുതക്കുട്ടിയെ അഴിച്ച് എന്തു ചെയ്തു? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം അവർ ചെയ്തത് എന്ത്? തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ എന്താണ് ചെയ്തത്? വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചത് എപ്പോൾ? അവൻ കടന്നു പോകുമ്പോൾ.
അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ ചെയ്തത് എന്ത്? സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരിവിന് സമീപത്ത് എത്തിയപ്പോൾ. ഒലിവുമലയുടെ ചെരിവിന് സമീപത്തെത്തിയപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് ആര്? ശിഷ്യഗണം മുഴുവൻ. ശിഷ്യഗണം എങ്ങനെയാണ് ദൈവത്തെ സ്തുതിച്ചത്? സന്തോഷിച്ച് ഉച്ചത്തിൽ. എന്തിനെ പറ്റിയാണ് ശിഷ്യഗണം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചത്? തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി. 19:38 ശിഷ്യഗണത്തിൻ്റെ ആർപ്പുവിളി എന്തെല്ലാം ആയിരുന്നു? 1. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. 2. സ്വർഗത്തിൽ സമാധാനം. 3. അത്യുന്നതങ്ങളിൽ മഹത്വം. എങ്ങനെയുള്ള രാജാവ് അനുഗ്രഹീതൻ എന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ്. എവിടെ സമാധാനം എന്നാണ് പറയുന്നത്? സ്വർഗത്തിൽ. എവിടെ മഹത്വം എന്നാണ് പറയുന്നത്? അത്യുന്നതങ്ങളിൽ. 19:39 ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ യേശുവിനോട് പറയുന്നത് എന്ത്? ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. 19:39 ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറയുന്നത് ആര്? ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ 19:39 അവനെ സംബോധന ചെയ്തത് എന്ത്? ഗുരു എന്ന്. 19:40 എന്തു ചെയ്താൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്നാണ് യേശു പ്രതിവചിക്കുന്നത്? ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ. ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് 19:40 യേശു പ്രതിവചിക്കുന്നത്? കല്ലുകൾ ആർത്തു വിളിക്കും. 19:40 ആരംഭിക്കുന്നത് എങ്ങനെ? അവൻ പ്രതിവചിച്ചു. 19:41 എഴുതുക. അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് 19:42 യേശു പട്ടണത്തിൻ്റെ അടുത്ത് വന്ന് അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞത്. സമാധാനത്തിനുള്ള മാർഗങ്ങൾ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏവ. സമാധാനത്തിനുള്ള മാർഗങ്ങൾ. സമാധാനത്തിനുള്ള മാർഗങ്ങൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് 19:42 കാണുന്നത്? അവ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആര് പട്ടണത്തിന് ചുറ്റും താവളമടിക്കുന്ന കാര്യമാണ് 19:43 പറയുന്നത്? ശത്രുക്കൾ. ശത്രുക്കൾ പട്ടണത്തിന് ചുറ്റും താവളമടിച്ച് എന്തു ചെയ്യുന്ന ദിവസങ്ങൾ വരും എന്നാണ് പറയുന്നത്? എല്ലാ ഭാഗത്തും നിന്ന് ഞെരുക്കുന്ന ദിവസങ്ങൾ. നിന്നെയും നിന്റെ മക്കളെയും ശത്രുക്കൾ എന്തു ചെയ്യും എന്നാണ് പറയുന്നത്? നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. ശത്രുക്കൾ നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നാണ് 19:44 പറയുന്നത്? എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. 19-ാം അധ്യായത്തിലെ 4-ാം ശീർഷകം എന്ത്? ദേവാലയ ശുദ്ധീകരണം. ദേവാലയ ശുദ്ധീകരണം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു? 19-ാം അധ്യായം 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് എന്തു ചെയ്യാനാണ് തുടങ്ങിയത്? അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് അവൻ ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട് പറഞ്ഞത്? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന്. നിങ്ങളോ അതിനെ എന്തായി മാറ്റിയിരിക്കുന്നു എന്നാണ് 19:46 പറയുന്നത്? കവർച്ചക്കാരുടെ ഗുഹ. അവൻ ദിവസവും എന്തു ചെയ്തിരുന്നതായാണ്
1947 പറയുന്നത്. ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും എന്തു ചെയ്തിരുന്നതായാണ് 1947 കാണുന്നത്? അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നത് ആര്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നെങ്കിലും എന്തായിരുന്നു ഫലം? എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. 19-ാം അധ്യായം 46-ാം വാക്യത്തിൽ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. ഇത് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവാചക ഗ്രന്ഥം ഏത്? യെശയ്യാ 56:7. സുവിശേഷ ഭാഗങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലെസ് യു.